ഏവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ അഥവാ അർദ്ധചാലകങ്ങൾ എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഈ സെമി കണ്ടക്ടർ നമ്മളിപ്പോൾ പരിചിതമായിട്ടുള്ളൊരു വാക്കാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെയും ഒരു പ്രധാന ഘടകമാണ് സെമി കണ്ടക്ടേഴ്സ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ വാക്വം ട്യൂബുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള വാക്വം ട്യൂബുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്നത് ഇവയ്ക്ക് ഉയർന്ന പവറും ഉയർന്ന വോൾട്ടേജും അനിവാര്യമാണ്. കൂടാതെ തന്നെ ഇവരുടെ കാലാവധി എന്ന് പറയുന്നതും കാര്യക്ഷമതയും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വാക്വം ട്യൂബുകളെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത് കുറച്ചു. പകരം നമ്മൾ ഖരവസ്തുക്കളിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഖരരൂപത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ പ്രധാന ഘടകമാണ് ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സ് നമ്മൾ ഇന്ന് പല ഉപകരണങ്ങളിലും കാണുന്നുണ്ട്. ഇത് ഡയോഡ്. ഈ ഡയോഡിന് 2 ടെർമിനലുള്ള ഡയോഡുകളിൽ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. LED-കളിൽ ട്രാൻസിസ്റ്റേഴ്സ്, 3 ടെർമിനലുള്ള ട്രാൻസിസ്റ്റേഴ്സിനകത്ത് ഐസിക്കകത്ത് ഒക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെമി കണ്ടക്ടേഴ്സ് എന്താണ് എന്നാണ് ഈ ചാപ്റ്ററിൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. 12th നിങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററാണ് സെമി കണ്ടക്ടർ ആൻഡ് ഇറ്റ്സ് ഡിവൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിലൊരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഖരവസ്തുക്കൾ അല്ലെങ്കിൽ സോളിഡ്സിനെ മെയിനായിട്ടും നമ്മൾ 3ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് ലോഹങ്ങൾ, രണ്ടാമത്തത് അർദ്ധചാലകങ്ങൾ, മൂന്നാമത്തത് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ സോളിഡ്സിനെ നമ്മൾ മെയിനായിട്ടും ലോഹം, അർദ്ധചാലകം, ഇൻസുലേറ്റേഴ്സ് എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഇവയെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യുത ചാലകതയുടെയും പ്രതിരോധകതയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ വസ്തുക്കളെ ലോഹങ്ങൾ, അർദ്ധചാലകങ്ങൾ, ഇൻസുലേറ്റർ എന്നിവയെ തരംതിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വൈദ്യുത ചാലകത, എന്താണ് പ്രതിരോധകത എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു വയറുണ്ടെന്ന് വിചാരിക്കാം. ഒരു വയർ. ഈ വയറിലൂടെ ഞാൻ വൈദ്യുതി കടത്തിവിടുന്നു. വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമ്മൾ ഈ വയറിലൂടെ പാസ് ചെയ്യുന്നു. നമുക്കറിയാം വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ഒഴുക്കാണ്. ഇലക്ട്രോണുകൾ ഇങ്ങനെ ഒഴുകുന്നതാണ് നമ്മൾ വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തോടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഇതിലേക്കൂടെ ഇലക്ട്രോണുകളാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ വയറിലൂടെ ഇങ്ങനെ ഇലക്ട്രോണുകൾ ഒഴുകുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ കഴിയുമ്പം ഈ വയറ് ഈ ഇലക്ട്രോണുകളെ തടയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ആ വസ്തു, ഏതൊരു വസ്തുവിലൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ വസ്തു ഈ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ തടയുന്ന ഒരു പ്രതിഭാസം കാണിക്കും. ഈ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം. ഓക്കെ. അപ്പം മനസ്സിലായോ? ഒരു വസ്തുവിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രിസിറ്റിയിലുള്ള ഇലക്ട്രോൺസിനെ വസ്തു പ്രതിരോധിക്കുന്നു. ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിക്കും റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം. ഇനി ഓരോ വസ്തുവിൻ്റെയും റെസിസ്റ്റൻസ് നീളത്തിനെയും അതിൻ്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഒരു വസ്തുവിൻ്റെ റെസിസ്റ്റൻസിനെ നമ്മൾ R കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റെസിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ, പ്രതിരോധത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന R ആണ്. ഇത് അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഓം ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ റെസിസ്റ്റൻസ് നീളത്തെയും ഏരിയയും ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ഒരു വസ്തുവിലൂടെ ഉള്ള റെസിസ്റ്റൻസും നീളവും നേർ അനുപാതത്തിലായിരിക്കും. അതായത് നീളം കൂടുന്തോറും വസ്തുവിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. നീളം കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. പക്ഷേ ഏരിയയിലെ പരപ്പളവുമായിട്ട് നോക്കുമ്പോൾ റെസിസ്റ്റൻസ് വിപരീത അനുപാതത്തിലായിരിക്കും. ഏരിയ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? R പ്രൊപ്പോർഷണൽ ടു L/A. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ അനുപാതം മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് റോ. ഈ റോയെ പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി
അല്ലെങ്കിൽ പ്രതിരോധകത. ഓക്കെ, അതായത് റെസിസ്റ്റൻസും ലെങ്തും ഏരിയയും തമ്മിലുള്ള ബന്ധം നമ്മൾ പ്രസ്താവിക്കുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റിനെ നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി അഥവാ പ്രതിരോധകത. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റിയെയും അതുപോലെ തന്നെ ഈ റെസിസ്റ്റിവിറ്റിയുടെ കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണ് ഖരവസ്തുക്കളെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റെസിസ്റ്റിവിറ്റിയുടെയും താപചാലകതയുടെയും അടിസ്ഥാനത്തിൽ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റിയുടെ മലയാളമാണ് പ്രതിരോധകത. ഇനി കണ്ടക്ടിവിറ്റിയാണ് താപചാലകത. അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റെസിസ്റ്റിവിറ്റി പഠിച്ചു. നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റും കൂടെ നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റിവിറ്റി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പം റെസിസ്റ്റിവിറ്റി ഇവിടെ പ്ലേസ് ചെയ്യുന്നു. എ ഇങ്ങോട്ട് വരുമ്പം AR/L എന്ന് കിട്ടും. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ഈ സ്ക്വയറും ഈ മീറ്ററും കൂടെ ക്യാൻസൽ ചെയ്യുമ്പം നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് കിട്ടും ഓം മീറ്റർ. ഓക്കെ, പ്രതിരോധകതയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ റെസിസ്റ്റിവിറ്റി, അതായത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വസ്തു ഇങ്ങനെ പോകുമ്പോൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ റെസിസ്റ്റിവിറ്റിയും തടയലിന് ഈക്വലൻ്റ് തന്നെയാണ്, അതായത് റെസിസ്റ്റൻസിന് തുല്യമാണ് റെസിസ്റ്റിവിറ്റി എന്നും പറയാം. എപ്പോഴാ ലെങ്ത് ഒന്നും ഏരിയ ഒന്നും ആകുമ്പം റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും ഈക്വൽ ആകും. അപ്പോൾ റെസിസ്റ്റിവിറ്റിയും ഒരു തടയൽ തന്നെയാണെന്ന് നമ്മൾ ആലോചിക്കാം. ഇനി നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ എടുക്കുന്നു, അല്ലെങ്കിൽ വ്യുൽക്രമം എടുക്കുന്നു. റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ചാലകത. ഓക്കെ, റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ തടയുന്നത്, കണ്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കണ്ടക്ടിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ കടത്തിവിടുന്നതെന്നല്ലേ. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമമാണ് എന്ത്? കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ചാലകത. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ത് ചെയ്താൽ മതി? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണോ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം അല്ലേ? 1/ഓം മീറ്റർ ആണ്. അപ്പോൾ ഈ ഓം മുകളിൽ വരുമ്പം ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ 1/ഓമിന് നമ്മൾ രണ്ട് പേര് പറയും. ഒന്ന് നമ്മൾ പറയും മോ, നമ്മൾ പറയാറുണ്ട് മോ പറയും. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് സീമൻ. ഓക്കെ, അപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം ഇൻവേഴ്സിൻ്റെ യൂണിറ്റ് ആണ് മോ ഓർ സീമൻ. അതിനോടൊപ്പം നമ്മൾ എന്തും കൂടെ യൂസ് ചെയ്യണം? മീറ്റർ ഇൻവേഴ്സും കൂടെ യൂസ് ചെയ്യണം. അപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. മോ മീറ്റർ ഇൻവേഴ്സ് എന്നോ അല്ലെങ്കിൽ സീമൻ, അതിനെ എസ് എന്നാണ് കേട്ടോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എസ് മീറ്റർ ഇൻവേഴ്സ് എന്നോ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി നമ്മൾ പഠിച്ചു. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് പ്രതിരോധകതയാണ്. കണ്ടക്ടിവിറ്റി പഠിച്ചു. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ താപചാലകത എന്ന് നമ്മൾ പറയും. താപചാലകതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മോ മീറ്റർ ഇൻവേഴ്സ് ആണ് അല്ലെങ്കിൽ സീമൻ മീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ ഈ റെസിസ്റ്റിവിറ്റിയുടെയും കണ്ടക്ടിവിറ്റിയുടെയും അടിസ്ഥാനത്തിലാണ് കരവസ്തുക്കളെ നമ്മൾ ലോഹങ്ങളെന്നും അർദ്ധചാലകങ്ങളെന്നും ഇൻസുലേറ്റേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായാലേ ആ ഒരു ക്ലാസിഫിക്കേഷൻ മനസ്സിലാവും. ഇനി നമുക്ക് ആ ക്ലാസിഫിക്കേഷനിലോട്ട് പോവാം. നമ്മൾ നോക്കിയേ, വൈദ്യുത ചാലകതയുടെ ആപേക്ഷിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രതിരോധകതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഖരവസ്തുക്കളെ മൂന്നായിട്ട് തരംതിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വാല്യൂ പഠിക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് അടുത്ത വാല്യൂ എന്ന് ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി. രണ്ടും കൂടെ പഠിച്ച് കൺഫ്യൂസ്ഡ് ആകരുത്. ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കണം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നോക്കിയേ, ഫസ്റ്റ് വൺ ലോഹങ്ങൾ. നമ്മൾ കേട്ടിട്ടുണ്ട് ലോഹങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കൊടുക്കുന്ന കറണ്ടിനെ പൂർണ്ണമായും അതിലൂടെ കടത്തിവിടും. അത്തരത്തിലുള്ള വസ്തുക്കളാണ് ലോഹങ്ങൾ. നമ്മൾ ഒരുപാട് ലോഹങ്ങൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. അലൂമിനിയം, അയൺ, അതുപോലെ തന്നെ കോപ്പർ, ഇവയെല്ലാം ലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ ലോഹങ്ങളുടെ നോക്കിയേ, കുറഞ്ഞ പ്രതിരോധകതയായിരിക്കും, അതിൻ്റെ പ്രതിരോധകത കുറവും ഉയർന്ന ചാലകതയും ആയിരിക്കാം. ഉയർന്ന ചാലകത, കുറഞ്ഞ പ്രതിരോധകത, വാല്യൂസ് കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഓപ്ഷൻസിൽ റോങ് ആയിട്ട് തരും. ഓക്കെ, ഈ വാല്യൂസ് തന്നെ പഠിക്കുക. ഈ വാല്യൂസ് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ നിന്നുള്ള വാല്യൂസ് ആണ് കോപ്പി ചെയ്തിരിക്കുന്നത്. റെഫറൻസ് ടെക്സ്റ്റിൽ വാല്യൂസ് മാറും, ഇതിൻ്റെ വാല്യൂസ് മാറും കേട്ടോ. അപ്പം നോക്കിയേ, നമ്മൾ ഇത് എന്താണെന്നാണ് പഠിച്ചത്? ഈ
സിഗ്മ എന്ന് എഴുതുന്നത് എന്താ? കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ചാലകത. ചാലകത കൂടുതലല്ലേ ഈ വസ്തുക്കൾക്ക്. ചാലകതയുടെ വാല്യൂ എല്ലാത്തിലും കോമൺ ആയിട്ട് പഠിക്കാം. ഓക്കെ, ചാലകതയുടെ വാല്യൂ നോക്കിയേ, 10⁻²നും 10⁸ ഇടയിലായിരിക്കും. അതിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു, സീമൻ മീറ്റർ ഇൻവേഴ്സ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 10⁻²നും 10⁸ അപ്പോൾ അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? അതിൻ്റെ ഒരു പവർ ഓപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക, അതിൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 10⁻²ഉം 10⁻⁻8 ഓം മീറ്റർ. ഈ വാല്യൂ മാത്രം പഠിച്ചാൽ മതി, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താൽ മതി. അതിൻ്റെ താപചാലകത 10⁻²നും 10⁸ ഇടയിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അർദ്ധചാലകങ്ങൾ നോക്കാം. അപ്പം അർദ്ധം എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്, പകുതി ഒരു ചാലകമാണ്, പക്ഷെ പകുതി അത് ചാലകമല്ല, പേരിൽ തന്നെ ഉണ്ട്. അപ്പം നോക്കിയേ, പ്രതിരോധകത അല്ലെങ്കിൽ ചാലകത ലോഹങ്ങൾക്കും ഇൻസുലേറ്ററിനും ഇടയിലായിരിക്കും. ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോഹങ്ങളുടെ അത്രയും ഉയർന്ന ചാലകതയില്ല, പക്ഷെ കുറച്ച് ചാലകതയുണ്ട്. അതായത് കുറച്ച് ഇലക്ട്രോൺസിനെ ഇവർ പാസ് ചെയ്യിക്കും, പക്ഷെ ഇവരെല്ലാവരും എന്ത് ചെയ്യത്തില്ല? പാസ് ചെയ്യിക്കത്തില്ല. അപ്പം ലോഹങ്ങളെക്കാൾ കുറഞ്ഞ ചാലകതയായിരിക്കും ആർക്കുള്ളത്? അർദ്ധചാലകങ്ങൾക്കുള്ളത്. അപ്പോൾ അവരുടെയും കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ നമ്മൾ പഠിക്കുക. 10⁻5നും 10⁻⁻6നും ഇടയിലാണ്. ഓക്കെ, 10⁻5ഉം 10⁻⁻6നും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഇതിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ. 10⁻⁻5നും 10⁻6നും ഇടയിലാണ്. ഓക്കെ, ഇനിയുള്ളതാണ് ഇൻസുലേറ്റേഴ്സ്. നമ്മുടെ ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു? വൈദ്യുതിയെ പ്രതിരോധിക്കും. വൈദ്യുതി അവർ കടത്തിവിടില്ല. ഉയർന്ന പ്രതിരോധകത അല്ലെങ്കിൽ താഴ്ന്ന ചാലകത. ചാലകത ഏറ്റവും കുറവാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഒരു സിഗ്മ വാല്യൂ എന്ന് പറയുന്നത് 10⁻11നും 10⁻⁻19 ഇടയിലാണ് ഇവരുടെ കണ്ടക്ടിവിറ്റി വാല്യൂ. ഓക്കെ, സീമൻ മീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ എന്താ? ഇതിൻ്റെ ഓപ്പോസിറ്റ് സിമ്പിൾ 10⁻11 10⁻19. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചാലകതയുടെയും പ്രതിരോധകതയുടെയും അടിസ്ഥാനത്തിൽ ഖരവസ്തുക്കളെ തരംതിരിക്കുന്നത് എന്ന് കണ്ടു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് എനർജി ബാൻഡ് ആണ് കേട്ടോ. അപ്പോൾ എനർജി ബാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഖരവസ്തുക്കളെ നമ്മൾ എങ്ങനെ ഖരവസ്തുക്കളെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നാണ്. അതിന് നമ്മൾ ഇച്ചിരി കെമിസ്ട്രിയും കൂടെ അറിഞ്ഞിരിക്കണം ഈ എനർജി ബാൻഡ് മനസ്സിലാക്കാൻ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിലിക്കൺ ആറ്റം, നമ്മളൊരു സിലിക്കണിൻ്റെ ആറ്റം എടുക്കുന്നു, അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതിക്കൊണ്ട് നിങ്ങൾക്കത് പറഞ്ഞുതരാം. അപ്പോൾ സിലിക്കൺ ആറ്റം എടുത്താൽ നമ്മൾ സിലിക്കൺ ആറ്റത്തിൻ്റെ കോൺഫിഗറേഷനാണ് 1s2 2s2 2p6. സിലിക്കൺ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 14 കേട്ടോ. അറ്റോമിക് നമ്പർ താഴെയല്ലേ എഴുതണ്ടേ? 2 2 6 10 അല്ലേ? ബാക്കി 3s2 3p2. ഓക്കെ, നമ്മളിങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്തില്ലേ? 1s 2s 2p 3s 3p 4s 3d 4p അങ്ങനെ എഴുതത്തില്ലേ? ഇങ്ങനെ ഇനിയും ഓർബിറ്റ്സുകളുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം നമ്മൾ ഇങ്ങനെ ഒരു ഓർഡറിൽ അങ്ങ് എഴുതി പോകും. എന്നിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 14 അല്ലേ? ഇവിടെ 2 2 4 4 6 10 പിന്നെ 12 പിന്നെ 2. അതായത് എസിൽ എപ്പോഴും 2, പിയിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് 6, അതിനുശേഷം ഡിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് 10, എഫിൽ 14 ഇലക്ട്രോൺസ്. അങ്ങനെയാണ് നമ്മൾ അവരെ അറേഞ്ച് ചെയ്ത് പോകുന്നത്. പിന്നെ ഏറ്റവും എനർജി കുറഞ്ഞതിൽ നിന്നും വേണം അറേഞ്ച് ചെയ്ത് പോകാൻ. ഇത് ഫില്ല് ചെയ്ത് വേണം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ കിട്ടുമ്പോൾ ഇപ്പം നമുക്ക് കറക്റ്റ് 14 പക്ഷേ അതിനർത്ഥം ബാക്കി ഓർബിറ്റൽസുകൾ ഉണ്ട്. പക്ഷേ എന്താണ്, ബാക്കി കോൺഫിഗറേഷനൊക്കെ mg ആയിട്ടിരിക്കുകയാണ്. കാരണം mg ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു നമ്പറും റെപ്രസെൻറ്റ് ചെയ്യാത്തത്. ഇപ്പം തന്നെ നമുക്ക് 14. അപ്പോൾ ഇനി അതെന്താ, ബാക്കി എല്ലാം ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലായല്ലോ? ഒന്നുമില്ല, സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ 14 അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. ഇതിൻ്റെ കുറേ കേസസ് ആണ് പറയാൻ പോകുന്നത്, എങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇങ്ങനെ ഒരു സിലിക്കണിൻ്റെ, ഇതൊരു സിംഗിൾ ആറ്റമാണ്. സിലിക്കണിൻ്റെ ഒരാറ്റം ഇങ്ങനെ ഇരിക്കുന്നു, ഈ ഒരു ആറ്റവും വേറൊരാറ്റം
സിലിക്കൺ ആറ്റവും വളരെ ദൂരത്തിലിരിക്കും. ഇപ്പോൾ ഇവരുടെ ഡിസ്റ്റൻസ് വളരെ അകലെയാണ്. ലാർജ് ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ഓരോ സിലിക്കൺ ആറ്റവും എങ്ങനെയാണോ നിൽക്കുന്നത് അവർ അതുപോലെ തന്നെ നിൽക്കും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഈ ഒരു 1s എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ നമ്മളൊരു ഒറ്റ ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണേ. 2sനെ ഒരു ഒറ്റ ലൈൻ, 2p ഒരു ഒറ്റ ലൈൻ, 3sനെ ഒരു ഒറ്റ ലൈൻ, 3p ഒരു ഒറ്റ ലൈൻ, 4sനെ ഒറ്റ ലൈൻ, 3d ഒറ്റ ലൈൻ, അങ്ങനെ ഇങ്ങനെ സിംഗിൾ ലൈനായിട്ട് തന്നെ നിൽക്കുവാണ്. അപ്പോൾ ഇവർ ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴും ഇവരെന്ത് തന്നെ ചെയ്യും? ഈ സിംഗിൾ ലൈനായിട്ട് തന്നെ ഇവർ ഒക്കുപ്പൈ ചെയ്യും. അതായത് ഇവരുടെ ആ ഷെല്ലിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഈ രണ്ട് ആറ്റങ്ങളും വളരെ ദൂരെ ആകുമ്പം ഇവരുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, ഒരു സോളിഡ് ഫോം ചെയ്യണമെങ്കിൽ, ഒരു ഖരപദാർത്ഥം രൂപം കൊള്ളണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സിലിക്കൺ ആറ്റം വളരെ അടുത്തടുത്ത് വരണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡിൻ്റെ കേസിൽ ഈ വസ്തുക്കളെല്ലാം വളരെ ക്ലോസ്ലി പാക്ഡ് അല്ലേ. അപ്പോൾ ഒരു ഖരപദാർത്ഥം രൂപം കൊള്ളുമ്പം ഈ ആറ്റങ്ങൾ അടുത്തായിട്ട് വരും. അപ്പം നോക്കിയേ, ഈ ഒരു സിലിക്കൺ ആറ്റവും അടുത്ത സിലിക്കൺ ആറ്റവും വളരെ അടുത്തായിട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സംഭവിക്കുന്നത് ഈ 1s 2s 2p 3s 3p 4s 3d ഓക്കെ, ഇത്ര എഴുതുന്നു. ഈ ഓരോ സബ്ഷെല്ലുകളും ചെറിയ ചെറിയ ലൈൻസുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് ഒറ്റ ലൈൻ അല്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് പല ലെവൽസ് ആയിട്ട് മാറും. അതായത് ഓരോ സബ്ഷെല്ലും ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് മാറും. എല്ലാ ഷെല്ലും പറ്റും, എല്ലാ സബ്ഷെൽസിനും ഈ ഡിവിഷൻ ബാധകമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും 1s 2s 2p 3s 3p വരല്ലേ ഉള്ളൂ ഫിൽഡ് ആയിട്ടുള്ളത്, ബാക്കിയുള്ള ഷെൽസിനൊന്നും പറ്റുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, ബാക്കിയുള്ള എല്ലാ സബ്ഷെൽസും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാം. ഓക്കെ, അതായത് സിലിക്കൺ ആറ്റം വളരെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഓരോ സിംഗിൾ സബ്ഷെൽസും പർട്ടിക്കുലർ ലെവൽസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഈ ലെവൽസ്, അതായത് നമ്മൾ നോക്കിയേ, ഇവരെല്ലാവരും ഏകദേശം കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ ഇവർ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തുടരെ ഇവർ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഓരോന്നിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എനർജി ബാൻഡ്. അപ്പോൾ ഇതൊരു എനർജി ബാൻഡാണ്, എനർജി ബാൻഡ്. അപ്പോൾ ഈ എനർജി ബാൻഡ്സ് നമ്മൾ നോക്കിയാൽ ഇതൊരു എനർജി ബാൻഡാണ്, ഇതൊരു എനർജി ബാൻഡാണ്, ഇതൊരു എനർജി ബാൻഡാണ്, ഇതൊരു എനർജി ബാൻഡാണ്. ഇവരെല്ലാം എന്താണ്? എനർജി ബാൻഡുകളാണ്. ഓക്കെ, അതാണ് നമ്മുടെ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ക്രിസ്റ്റലിലെ ഓരോ ഇലക്ട്രോണും ഒരു നിശ്ചിത സ്ഥാനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരേ ചാർജ് വിന്യാസത്തിൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 2 ഇലക്ട്രോണുകളെ ഒരു ക്രിസ്റ്റലിൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ പറയുന്നത് ഓരോ ഇലക്ട്രോണും ഓരോ വിന്യാസമാണ്, ഒരുപോലെ ഇരിക്കുന്ന 2 ഇലക്ട്രോണുകളെ കണ്ടെത്താൻ പറ്റില്ല. ഇതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു ഐഡിയ പറഞ്ഞത്. എന്തായാലും ആ 2 ഇലക്ട്രോൺസും 2 ഓറിയൻറ്റേഷൻ എന്നുള്ള രീതിയിൽ, അത്രയും ഡിപ്തായിട്ട് പോകണ്ട, നിങ്ങളിനി കെമിസ്ട്രിയിലൊക്കെ പഠിക്കും. ഓക്കെ, 2 ഇലക്ട്രോണുകളുടെയും വ്യത്യസ്ത ഊർജ്ജ നിലകൾ നോക്കിയേ, വ്യത്യസ്ത ഊർജ്ജ നിലകൾ ചേർന്ന് രൂപപ്പെടുന്ന തുടർച്ചയായ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടില്ലേ, ഊർജ്ജ വിന്യാസമാണ് എനർജി ബാൻഡുകൾ. ഓക്കെ, വ്യത്യസ്ത ഊർജ്ജ നിലയങ്ങൾ. ഇവിടെ നമ്മൾ നോക്കിയേ, ഓരോ ഊർജ്ജ നിലയല്ലേ, ഓരോ ഊർജ്ജ നിലയല്ലേ. ഇത് നോക്കിയാൽ നമ്മൾ ഏത് ഊർജ്ജ നിലയവാ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഷെല്ലല്ലേ ഊർജ്ജ നിലയം. ഇത് 1ാമത്തെ ഷെല്ല്, ഇത് ചേരുന്നത് 2ാമത്തെ ഷെല്ല്, ഇത് 3ാമത്തെ ഷെല്ല്. അങ്ങനെ ഓരോ ഊർജ്ജ നിലയങ്ങളിലും, ഇത് 4ാമത്തെ. ഓക്കെ, ഓരോ ഊർജ്ജ നിലയങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പല ലെവലുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പല ഊർജ്ജ വിന്യാസങ്ങളായിട്ട് വരുന്നു. അത്തരത്തിലുള്ള ഓരോ ഊർജ്ജ വിന്യാസങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എനർജി ബാൻഡ്. ഇനി ഈ എനർജി ബാൻഡുകൾ 2 തരത്തിലുണ്ട്. ഒന്നാമത്തത് വാലൻസ് ബാൻഡും, രണ്ടാമത്തത് കണ്ടക്ഷൻ ബാൻഡും. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ, അവരാണ് ഏതൊരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കുന്നവർ. അപ്പോൾ ഇവിടെ നോക്കി, ബാഹ്യതമ ഷെല്ലിലുള്ള കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നവർ ഇവരല്ലേ, 3s2ഉം 3p2ഉം. ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ടുള്ള 3 അല്ലേ ഇവിടെ, 3 എന്നുള്ള ഈ ഷെല്ലല്ലേ ഇവിടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ വാലൻസ് ഷെല്ലിൽ ഏറ്റവും പുറമേ ഉള്ള ഷെല്ല് ഇതാണ് വാലൻസ് ഷെല്ല്. ഇവരിലുള്ള വാലൻസ് ഇലക്ട്രോൺ വരുന്ന ബാൻഡാണ് വാലൻസ് ബാൻഡ്. മലയാളവും വാലൻസ് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ വാലൻസ് ഇലക്ട്രോണുകളുള്ള ബാൻഡാണ് വാലൻസ് ബാൻഡ്.
ഓക്കെ, ഇനി നമുക്കറിയാം ഈ അകത്തുള്ള, അതായത് ഈ നമ്മളിപ്പോൾ ഒരു ആറ്റം എടുത്താലും ഏറ്റവും പുറമേ ഉള്ള ഇലക്ട്രോൺസ് മാത്രമല്ലേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂ. ഈ വരുന്നവർക്ക് ഇങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്നെങ്കിൽ പോലും ഇവർക്ക് ഇവിടെ ഒരു റോളും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അവർ അകത്തുള്ള ഇലക്ട്രോൺസ് ആണ്, അകത്തുള്ള ഷെല്ലിൽ ഇലക്ട്രോൺസ് ആണ്, വാലൻസ് ഷെല്ലിനകത്തായിട്ട് കിടക്കും. അതുകൊണ്ട് അവരിവിടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഇവർ വാലൻസ് ബാൻഡിൽ ഉൾപ്പെടുന്നില്ല, ഇവർക്ക് ഇവിടെ റോളൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ വാലൻസ് ബാൻഡ് പഠിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കി, ഈ വാലൻസ് ബാൻഡിൻ്റെ പ്രത്യേകത എന്താ? ഈ വാലൻസ് ബാൻഡ് എന്ത് ചെയ്തിരിക്കുകയാണ്? നിറഞ്ഞിരിക്കുമല്ലേ, ഫിൽഡ് ആണ് അല്ലെങ്കിൽ നിറഞ്ഞതാണ്. ഓക്കെ, ഇനി നോക്കി, ഈ വാലൻസ് ബാൻഡ് കഴിഞ്ഞിട്ടുള്ള 3sഉം 4sഉം 3Dക്കും ഒക്കെ നമ്മൾ കണ്ടു, അവർ ഓരോ എനർജി ലെവൽസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബാഹ്യതമ ഷെല്ലിന് പുറത്തേക്കുള്ള ബാക്കി ഷെല്ലുകളില്ലേ, അവരുടെ എല്ലാത്തിൻ്റെയും ബാൻഡിനെ നമ്മൾ ചേർത്ത് പറയുന്നതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, കണ്ടക്ഷൻ ബാൻഡ് അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺസിന് പുറമേ വരുന്ന ഷെല്ലുകൾ, അതായത് ബാഹ്യതമ ഷെല്ലിന് പുറമേ ഉള്ള ഷെൽസിന് ചേർന്നുണ്ടാവുന്ന ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പം നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും, കണ്ടക്ഷൻ ബാൻഡ് എന്തെങ്കിലും നിറഞ്ഞിരിക്കുവാണോ, ഫിൽഡ് ആണോ? ഇവിടെ ഒരു ഇലക്ട്രോൺസും ഇല്ല. അപ്പം കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? ശൂന്യമായിരിക്കും അല്ലെങ്കിൽ അൺഫിൽഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ, വാലൻസ് ബാൻഡ് ആണോ മുകളിൽ നിൽക്കുന്നത്, കണ്ടക്ഷൻ ബാൻഡ് ആണോ മുകളിൽ നിൽക്കുന്നത്? ഈ വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള വാലൻസ് ബാൻഡ് കഴിഞ്ഞല്ലേ കണ്ടക്ഷൻ ബാൻഡ് വരുന്നത്. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും എവിടെ നിൽക്കുന്നത്? മുകളിൽ നിൽക്കുന്നത്. കണ്ടക്ഷൻ ബാൻഡ് മുകളിലായിരിക്കും, വാലൻസ് ബാൻഡ് എവിടെ ആയിരിക്കും? താഴെ ആയിരിക്കും. അല്ലേ തന്നെ നമുക്കറിയാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എനർജി കൂടുന്ന രീതിയിലല്ലേ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ അകത്താണ്, ഏറ്റവും പുറമേ നിൽക്കുന്ന ആരായിരിക്കും? കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. ഓക്കെ, നോക്കിയേ, ഒരു പദാർത്ഥത്തിലെ വാലൻസ് ഇലക്ട്രോണുകളുടെ ഊർജ്ജ നിലകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന എനർജി ബാൻഡാണ് വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡിനേക്കാൾ ഉയർന്ന ഊർജ്ജമുള്ള എനർജി ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. ഇത് നമുക്ക് ഇത്രയും കൂടെ ക്ലിയർ ആയിട്ടൊരു ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഫിഗറിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാ നോക്കി, നിറയ്ക്കപ്പെട്ട ഇലക്ട്രോൺസുകളുള്ള, വാലൻസ് ഇലക്ട്രോണുകളുള്ള ഈ ബാൻഡാണ്, കണ്ടോ, ഓരോ ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരാണ് വാലൻസ് ബാൻഡ്. ഓക്കെ, എന്നാൽ നിറയ്ക്കപ്പെടാത്ത അല്ലെങ്കിൽ ശൂന്യമായ ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, പിന്നെ നിങ്ങൾ എപ്പോഴും ആലോചിച്ചിരിക്കുക, ഇലക്ട്രോണുകൾ ഈ വാലൻസ് ബാൻഡിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ, ആണ് ഇവിടെ വാലൻസ് ബാൻഡിൽ ഇപ്പം 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഏത് സമയത്താണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കുമ്പം വാലൻസ് ബാൻഡ് ഇവിടെ, കണ്ടക്ഷൻ ബാൻഡ് ഇവിടെ. ഈ വാലൻസ് ബാൻഡിൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അപ്പം 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ 4 വാലൻസ് ഇലക്ട്രോൺ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇവിടെ നിന്നും ഈ കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്തി എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ എത്തി, അന്നേരം ഇവിടെ എന്തുണ്ടാവും? ഒരു കറണ്ട് ഉണ്ടാവും. അതായത് ഏത് സമയത്താണോ ഇലക്ട്രോൺ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തുന്നത്, അപ്പോൾ മാത്രമാണ് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവർ മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ആലോചിച്ചത് മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ വലിയൊരു കറണ്ടല്ലേ അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? വാലൻസ് ബാൻഡിൽ നിന്നും, നിറയ്ക്കപ്പെട്ട വാലൻസ് ബാൻഡിൽ നിന്നും ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യണം. സോ നമ്മളുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്താണ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം മലയാളം എനർജി ഗ്യാപ്പിനും ബാൻഡ് ഗ്യാപ്പിനും അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് ഇംഗ്ലീഷ് ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് നമ്മൾ പറയുന്നത്, ഇത് നമ്മുടെ വാലൻസ് ബാൻഡ് ആണെന്ന് അറിയാലോ. താഴെ കംപ്ലീറ്റ്ലി നിറഞ്ഞിട്ടുള്ള ബാൻഡാണ് വാലൻസ് ബാൻഡ്, മുകളിൽ നിറയ്ക്കപ്പെടാത്ത ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഈ വാലൻസ് ബാൻഡിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും, വാലൻസ് ബാൻഡിൻ്റെ മുകളിൽ നിന്നും, ഇതല്ലേ വാലൻസ് ബാൻഡ് ഏറ്റവും മുകൾ വശം, മുകളിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഏറ്റവും താഴെ വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. വാലൻസ് ബാൻഡിൻ്റെ മുകളിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിൻ്റെ താഴെ വരെയുള്ള ദൂരം, ഇത്രയും ദൂരമാണ് എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ്. ഇതിനെ നമ്മൾ ഈ ഒരു
ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. EG, എനർജി ഗ്യാപ്പ് എന്നുള്ള മീനിങ്ങിൽ EG എന്നാണ് നമ്മളിവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആണ് നമ്മൾ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. വാലൻസ് ബാൻഡിൻ്റെ മുകൾ വശവും കണ്ടക്ഷൻ ബാൻഡിൻ്റെ താഴ്വശവും തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഖരപദാർത്ഥങ്ങളെ നമ്മൾ എനർജിയുടെ ഈ ബാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തരംതിരിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖരപദാർത്ഥങ്ങളെ അവരുടെ ചാലകതയുടെയും പ്രതിരോധകതയുടെയും അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അവയുടെ ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ബാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാൻഡ് ഗ്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഖരപദാർത്ഥങ്ങളെ ചാലകം, അർദ്ധചാലകം, ഇൻസുലേറ്റേഴ്സും ഉണ്ട് കേട്ടോ, ഇൻസുലേറ്റർ എന്നിവയായി തരംതിരിക്കാം. അപ്പോൾ ഈ ചാലകങ്ങൾ എങ്ങനെയാണ് നമ്മൾ ആദ്യം ആ ഒരു ഫിഗർ കണ്ടിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ചാലകങ്ങളുടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കൂടിക്കലർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് വാലൻസ് ബാൻഡും ഇത് കണ്ടക്ഷൻ ബാൻഡും ആണെങ്കിൽ ഇപ്പോൾ ഈ വാലൻസ് ബാൻഡ് തൊട്ട് മുകളിൽ തന്നെ ആയിരിക്കും ഇതിന് തൊട്ട് മുകളിൽ കണ്ട നോക്കൂ, ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഈ യെല്ലോ വെച്ചിട്ടുള്ളത് കണ്ടക്ഷൻ ബാൻഡും ഈ റെഡ് വെച്ചിട്ടുള്ളത് വാലൻസ് ബാൻഡ്. അപ്പോൾ നോക്കിയേ, രണ്ട് ബാൻഡുകളും അങ്ങ് കൂടിക്കലർന്ന് കിടക്കും. അപ്പോൾ ഇത്രയും ഉണ്ട് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് എങ്കിൽ ഇത്രയും കണ്ടക്ഷൻ ബാൻഡുകൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ താഴോട്ട് വാലൻസ് ബാൻഡിനെയും കൊടുക്കുന്നു. ഇത്രയും വാലൻസ് ബാൻഡും ഉണ്ട്. അപ്പോൾ ഈ നോക്കി, നമ്മൾ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിരിക്കുന്നു, ഓവർലാപ്പ് ചെയ്തു അല്ലെങ്കിൽ കൂടിക്കലർന്നിരിക്കുന്നു കേട്ടോ, കംപ്ലീറ്റ്ലി കൂടിക്കലർന്നിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ വാലൻസ് ബാൻഡിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഈ വാലൻസ് ബാൻഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യും, പെട്ടെന്ന് വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺ ചാടി കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോവും. അപ്പോൾ എന്ത് പറ്റും, ഈ വാലൻസ് ബാൻഡിൽ എത്രത്തോളം ഇലക്ട്രോണുകളുണ്ടോ അവയെല്ലാം കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. നമ്മൾ പഠിച്ചു, വാലൻസ് ബാൻഡിൽ നിന്നും ഇലക്ട്രോണുകൾ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയാൽ അവിടെ വൈദ്യുതി ഉണ്ടാകുന്നു, അത് ചാലകത കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവർ പൂർണ്ണമായും കൂടിക്കലർന്നിരിക്കുകയാണ്. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും കൂടിക്കലർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കിയേ, ചാലകങ്ങളുടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പൂർണ്ണമായി കൂടിക്കലർന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇലക്ട്രോണുകൾ പെട്ടെന്ന് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ചാലകതയല്ലേ കൂടുതൽ, പെട്ടെന്ന് അത് സഞ്ചരിക്കുകയാണ്, അതായത് ചാലകത കൂടുതലാണ്. അപ്പോൾ ചാലകത കൂടുതലാണെങ്കിൽ പ്രതിരോധകത എന്തായിരിക്കും, കുറവായിരിക്കും. ചാലകത കൂടുതലും പ്രതിരോധം കുറവുമാണ് ചാലകങ്ങൾ, അല്ലെങ്കിൽ ഇവരെ നമ്മൾ വേറൊരു പേരിലും പഠിച്ചു, ലോഹങ്ങൾ. ലോഹങ്ങളുടെ മറ്റൊരു പേരാണ് കേട്ടോ ചാലകങ്ങൾ. ഓക്കെ, അപ്പോൾ അവരുടെ ഫിഗർ കണ്ടാലും നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് അവരുടെ ഫിഗർ വരുന്നത്, പൂർണ്ണമായും ഇടകലർന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇവർ പൂർണ്ണമായിട്ട് ഇടകലർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് വരുന്നില്ല. നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിൻ്റെ താഴ്വശത്തും വാലൻസ് ബാൻഡിൻ്റെ മുകൾ വശവും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വരുന്നില്ല, ദൂരം വരുന്നില്ല. അതുകൊണ്ട് എനർജി ഗ്യാപ്പ് ഏകദേശം 0 അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് 0 തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നോക്കിയേ, ഇൻസുലേറ്റേഴ്സ് ആണ് നമ്മൾ ഇനി അടുത്തോണ്ടിരിക്കുന്നത്. അവരുടെ പടം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഇൻസുലേറ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിൽ കൂടുതലായിരിക്കും. 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ കൂടുതലാണ്. ഇത്തരത്തിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് പറയുന്നത്. നമ്മൾ ഇൻസുലേറ്റേഴ്സ് തടി, അതുപോലെ തന്നെ ഗ്ലാസ്, റബ്ബർ എല്ലാം ഇൻസുലേറ്റേഴ്സിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ എനർജി ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരുടെ നമുക്ക് നോക്കിയേ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു എനർജി ഗ്യാപ്പ് ഇവർക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായാൽ
ആ ഇലക്ട്രോൺ ഇത്രയും വലിയൊരു ഇലക്ട്രോൺ വോൾട്ട്, ഇത്രയും വലിയൊരു എനർജി ഗ്യാപ്പ് അല്ലേ, ഇത് വലിയൊരു എനർജി അല്ലേ 3 ഇലക്ട്രോൺ വോൾട്ട്, ഇത് തരണം ചെയ്ത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോകില്ല. ഇലക്ട്രോൺസിന് പോകാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് വലിയൊരു എനർജി ഗ്യാപ്പാണ് അവിടെ ഉള്ളത്. ഒരു 3 ഇലക്ട്രോൺ വോൾട്ട് കൂടുതൽ എന്ന് പറയുന്ന വലിയൊരു വാല്യൂ ആണ്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ ചെയ്താലും ഇതങ്ങനെ പോവില്ല. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വാലൻസ് ബാൻഡിൽ തന്നെ ഇലക്ട്രോൺ നിൽക്കും, കണ്ടക്ഷൻ ബാൻഡിൽ വരില്ല. കണ്ടക്ഷൻ ബാൻഡിൽ വന്നില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ചാലകത ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, അവിടെ വൈദ്യുതി ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനിൽ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ, ഒരു വലിയ എനർജി ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ കൂടിയ എനർജി ഗ്യാപ്പ് ഇവിടെ നിലനിൽക്കുന്നു. അതിനാൽ വൈദ്യുത ചാലനം എന്ത് ചെയ്യാറില്ല, സാധിക്കാറില്ല. ഓക്കെ, അതായത് ഇനി നമ്മൾ ഇവിടെ കുറച്ച് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഊർജം കൊടുത്താൽ പോലും, അതായത് നമ്മൾ ഒരു താപീയ ഊർജം കൊടുത്താൽ പോലും ഈ വസ്തുവിലെ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാറില്ല. അതിന് കാരണം ഇവിടുത്തെ എനർജി ഗ്യാപ്പ് വലിയൊരു വിലയായതുകൊണ്ടാണ്. 3 ഇലക്ട്രോൺ വോൾട്ട് ഇതിനേക്കാൾ കൂടിയ ഒരു വിലയായതുകൊണ്ടാണ്. 6 ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വലിയൊരു ഇലക്ട്രോൺ വോൾട്ട് ആയതുകൊണ്ട്, 3 ഇലക്ട്രോൺ വോൾട്ടിൽ കൂടിയ ഒരു ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇവരുടെ എനർജി ഗ്യാപ്പ് ആയതിനാൽ ഒരു താപീയ ഊർജം വന്നാൽ പോലും ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാറില്ല. ഓക്കെ, ഇനി നമ്മൾ സെമി കണ്ടക്ടേഴ്സ് അല്ലെ അർദ്ധചാലകങ്ങൾ നോക്കിയാൽ അവരുടെ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവരുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺ വോൾട്ടിൽ കുറവാണ്. 3 ഇലക്ട്രോൺ വോൾട്ടിൽ കുറവ്. അപ്പോൾ ഇപ്പോൾ വളരെ നമ്മുടെ ഒരു താഴ്ന്ന ടെമ്പറേച്ചർ, ഏറ്റവും താഴ്ന്ന ഒരു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമ്മൾ 0 കെൽവിൻ ആണ് കേട്ടോ ടെക്സ്റ്റിലെല്ലാം കൊടുത്തിരിക്കുന്നത്. 0 കെൽവിൻ അല്ലെങ്കിൽ വളരെ താഴ്ന്ന ടെമ്പറേച്ചർ. 0 കെൽവിൻ ആക്കാൻ അറിയാമല്ലോ ഡിഗ്രി സെൽഷ്യസിനെ. ഇപ്പോൾ ഏത് ഡിഗ്രി സെൽഷ്യസ് ആണോ തരുന്നത് അതിനോടൊപ്പം 273 ആഡ് ചെയ്താൽ നമുക്ക് കെൽവിൻ സ്കെയിലോട്ട് കിട്ടും. നമ്മൾ കെൽവിനാണ് യൂസ് ചെയ്യുന്ന സ്കെയിൽ. അപ്പോൾ നമ്മൾ 0 കെൽവിനിൽ, അതായത് വളരെ താഴ്ന്ന ഒരു ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ 0 കെൽവിനിലോ ഇവരിൽ എന്ത് ചെയ്യത്തില്ല, ഇത്രയും വളരെ താഴ്ന്ന ടെമ്പറേച്ചറിലെ 0 കെൽവിനിൽ ഒരു അർദ്ധചാലകങ്ങൾ ഇൻസുലേറ്ററിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. കാരണം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോകില്ല. ഇത് പക്ഷെ താഴ്ന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ താഴ്ന്ന താപനിലയിലാണ് ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത്. വളരെ താഴ്ന്ന താപനിലയിൽ ഇലക്ട്രോണുകൾ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവില്ല. പക്ഷേ നമ്മൾ നോക്കുക, ഇനി നമ്മളങ്ങ് ടെമ്പറേച്ചർ, നമ്മൾ താപീയ ഊർജ്ജം കൂടുതൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഈ നോർമലായിട്ടുള്ള റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ, അന്തരീക്ഷത്തിൻ്റെ ഒരു താപനില എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഒരു എനർജിയിൽ ഇവരുടെ ഈ ഒരു എനർജി ബാൻഡിൻ്റെ ആ ഒരു ശക്തി അങ്ങ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. ഇത് നടക്കണമെങ്കിൽ അത് നമ്മളുടെ നോർമൽ, നമ്മുടെ സാധാരണ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സാധാരണ അന്തരീക്ഷ താപനിലയാകുമ്പോൾ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അപ്പോൾ അവർ ചെറുതായിട്ട് ചാലകത കാണിക്കും. ഇപ്പോൾ ഇവിടെ ഒരു 4 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 ഇലക്ട്രോൺസ് ഒക്കെ പോകും, കംപ്ലീറ്റ് ഇലക്ട്രോൺസും പോകില്ല. അങ്ങനെ കംപ്ലീറ്റ് പോകാൻ പറ്റില്ല, കാരണം ഒരു ചെറിയ എനർജി ഗ്യാപ്പ് ഉണ്ട്. അത് പൂർണ്ണമായിട്ടും എത്ര ടെമ്പറേച്ചർ വന്നാലും ബ്രേക്ക് ആവില്ല. അപ്പോൾ ഉയർന്ന ടെമ്പറേച്ചർ വരുമ്പോൾ ഈ എനർജി ഗ്യാപ്പ് കുറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു. പൂർണ്ണമായിട്ടും പക്ഷേ പോകുന്നില്ല. അതുകൊണ്ട് ഇവർ അർദ്ധചാലകങ്ങൾ എന്ന് പറയുന്നു. അതായത് ഇവർക്ക് നമ്മളുടെ ലോഹങ്ങളുടെ അത്രയും ചാലകതയില്ല, എന്നാൽ ഇൻസുലേറ്റേഴ്സിനെ പോലെ ഒട്ടും ചാലകതയില്ല എന്ന് പറയാൻ പറ്റില്ല. അവർക്കൊരു രണ്ടിൻ്റെയും ഇടയിൽ ഒരു മീഡിയം ടൈപ്പ് ചാലകതയാണ് ആര് കാണിക്കുന്നത്, അർദ്ധചാലകങ്ങൾ കാണിക്കുന്നത്. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവയ്ക്ക് നിശ്ചിതവും വളരെ ചെറുതുമായ ബാൻഡ് ഗ്യാപ്പ് നിലനിൽക്കുന്നു. വളരെ ചെറുതാണ്, 3 ഇലക്ട്രോൺ വോൾട്ടിൽ കുറവാണ്, ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. കുറഞ്ഞ ബാൻഡ് ഗ്യാപ്പ് മൂലം സാധാരണ താപനിലയിൽ പോലും ചില വാലൻസ് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു, മതിയായ ഊർജം കൈവരിച്ച് കണ്ടക്ഷൻ ബാൻഡിലേക്ക്, ഇവർ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു. അതേതാ, സാധാരണ താപനിലയിലാണ്. ഇത് വളരെ താഴ്ന്ന താപനിലയിൽ ഇവർ എന്തായിട്ട് ആക്ട് ചെയ്യുമെന്ന് ആലോചിക്കുക, ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് ആലോചിക്കുക. ഈ ഇലക്ട്രോണുകൾക്ക് വളരെ കുറവെണ്ണം മാത്രമേ ഇങ്ങനെ പോകാൻ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു. അപ്പം 4 ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലുണ്ടെങ്കിൽ 4 കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവില്ല, 2 എണ്ണമൊക്കെ പോകും.
എല്ലാ ഇലക്ട്രോണും അത്രയും എനർജി കിട്ടുന്നില്ല, കുറച്ച് ഇലക്ട്രോൺ. അതിനാൽ അർദ്ധചാലകങ്ങളുടെ പ്രതിരോധം ഇൻസുലേറ്ററേക്കാൾ കുറവാണ്. ഇൻസുലേറ്ററിനെ പോലെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കുന്നില്ല, കുറച്ച് പ്രതിരോധിക്കുന്നു. ഇനി നമ്മൾ രണ്ട് സെമി കണ്ടക്ടേഴ്സിന് മെയിനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഉദാഹരണം ജെർമേനിയവും സിലിക്കണുമാണ്. ഈ രണ്ട് എലമെന്റിനെയാണ് നമ്മൾ അർദ്ധചാലകങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. അവരുടെ എനർജി ഗ്യാപ്പ് വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ജെർമേനിയം, GE എന്ന് കൊടുത്തിരിക്കുന്ന ജെർമേനിയം ആണ്. ജെർമേനിയത്തിന്റെ കേസിൽ അതിൻ്റെ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ 0.74 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 0.74 ഇലക്ട്രോൺ വോൾട്ട്. ഇനി സിലിക്കണിന്റെ കേസിൽ അതിൻ്റെ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ 1.17 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ജെർമേനിയത്തിന്റെ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ 0.74 ഇലക്ട്രോൺ വോൾട്ടും സിലിക്കണിന്റെ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ 1.17 ഇലക്ട്രോൺ വോൾട്ടും ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഖരരൂപത്തിന്റെ തരംതിരിക്കലുകളാണ് പഠിച്ചത്. ഖരരൂപത്തെ നമ്മൾ എങ്ങനെ ചാലകങ്ങൾ, അർദ്ധചാലകങ്ങൾ, ഇൻസുലേറ്റേഴ്സ് എന്ന് തരംതിരിച്ചു. അത് ബാൻഡ് ഗ്യാപ്പിന്റെ പേരിൽ ഈ ക്ലാസ്സിൽ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവരെ ചാലകതയുടെയും പ്രതിരോധകതയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിച്ച അർദ്ധചാലകങ്ങളുടെ തരംതിരിവിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തത് ഈ രാസപരമായ അവരുടെ ഒരു ഘടന വെച്ചിട്ടും ആണ് നമ്മൾ തരംതിരിക്കാൻ പോകുന്നത്. ഇപ്പം നോക്കിയേ, നമ്മൾ അർദ്ധചാലകങ്ങൾ നോക്കി, നമ്മളിപ്പം വസ്തുക്കളെ നോക്കിയാൽ ചിലർ എന്ത് ഫോമിൽ കാണും? മൂലകങ്ങളായിട്ടല്ലേ, എലമെന്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എലമെന്റ് ഫോമിലൊക്കെ കാണും. ഇപ്പം കാർബൺ ഒക്കെ എടുത്താൽ എലമെന്റ് ഫോമിലാണ്, അതുപോലെ തന്നെ നിയോൺ എടുത്താൽ എലമെന്റ് ഫോമിലാണ്. അങ്ങനെ പലതും എലമെന്റ് രൂപത്തിൽ ഒറ്റയ്ക്ക് നിൽക്കും. അവർ ആ ഒരു ആളെ മാത്രമേ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റൂ. എന്നാൽ ചിലരെന്ത് ചെയ്യും? സംയുക്തമായിട്ടായിരിക്കും, അത് കോമ്പൗണ്ട് എന്ന് പറയും, കോമ്പൗണ്ട് ആയിട്ടായിരിക്കും നിലനിൽക്കുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് CO2, വാട്ടർ H2O, ഇങ്ങനെയൊക്കെ ഒരു കോമ്പൗണ്ട് രൂപത്തിലും കാണും. അതുപോലെ തന്നെ അർദ്ധചാലകങ്ങളും മൂലക രൂപത്തിൽ കാണും. അതിന് എക്സാമ്പിളാണ് സിലിക്കണും ജെർമേനിയവും. സിലിക്കണിന് Siയും ജെർമേനിയത്തിന് GEയും കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അവർ ഉദാഹരണങ്ങളാണ്. ഉദാഹരണങ്ങൾ ഇനി അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു, സിലിക്കൺ, ജെർമേനിയം. ഇനി നോക്കിയേ, സംയുക്ത അർദ്ധചാലകങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ്. അതിന് ഉദാഹരണം, അത് 3 രീതിയിൽ നമ്മൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കണം. ഒന്ന് അകാർബണിക സംയുക്തം, അതായത് ഇതിനകത്ത് കാർബൺ ഇല്ലാത്ത സംയുക്തങ്ങൾ ഏത്? CDS, കാഡ്മിയം സൾഫൈഡ്, ഗാലിയം ആഴ്സനൈറ്റ്, കാഡ്മിയം സെലനൈറ്റ്, ഇൻഡിയം ഫോസ്ഫൈഡ്. ഇങ്ങനെ 4 രൂപങ്ങളിലാണ് അകാർബണിക സംയുക്തങ്ങൾ കാണുന്നത്. ഇനി കാർബണിക സംയുക്തങ്ങൾ കാണുന്നത് ആന്ത്രസിൻ, ഡോപ്പ് ചെയ്ത താലോസൈനിൻ എന്നീ രൂപങ്ങളിലാണ് കാർബണിക സംയുക്തങ്ങൾ കാണുന്നത്. ഓക്കെ, ഇനി കാർബണിക പോളിമറുകളാണ് പോളിപൈറോൾ, പോളി അനിലിൻ, പോളിതിയോഫിൻ. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ട് എല്ലാം നോക്കി പോവാം. ഓക്കെ, ഇനി നമുക്ക് ജനറലി ഉള്ള അർദ്ധചാലകങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ചാലകങ്ങളെക്കാൾ പ്രതിരോധകത കൂടുതലായിരിക്കും. ചാലകങ്ങളെ വെച്ച് നോക്കിയാൽ ചാലകങ്ങൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ചാലകത കാണിക്കുന്നു. അവർക്ക് പ്രതിരോധകത ഒട്ടും തന്നെ ഇല്ല. പക്ഷേ എന്ത് ചെയ്യുന്നു? അർദ്ധചാലകങ്ങൾക്ക് അല്പം കൂടി ചാലകങ്ങളെ അപേക്ഷിച്ച് പ്രതിരോധകത കൂടുതലായിരിക്കും. സെക്കൻഡ് വൺ, താപനില കൂടുമ്പോൾ അർദ്ധചാലകങ്ങൾക്ക് പ്രതിരോധകത കുറയുന്നു. നമ്മൾ കണ്ടു, അതായത് നമ്മളിപ്പോൾ ഒരു അർദ്ധചാലകത്തെ നമ്മൾ കണ്ടു. സാധാരണ നിലയിൽ ഇപ്പോൾ സാധാരണ നിലയിൽ അവരെന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും വാലൻസ് ബാൻഡിൽ നിന്നും ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാറില്ല. പക്ഷേ നമ്മളിപ്പോൾ ടെമ്പറേച്ചർ, താപനില കൂട്ടിക്കൊടുക്കുമ്പം ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു. അതിന് കാരണം എന്താ? അവിടുത്തെ പ്രതിരോധകത കുറയുന്നു, ചാലകത കൂടുന്നു. അപ്പം 2 രീതിയും ചോദിക്കാം. താപനില കൂടുമ്പോൾ എന്ത് പറ്റും? അർദ്ധചാലകങ്ങൾക്ക് പ്രതിരോധത കുറയുന്നു, എന്ത് കൂടും? ചാലകത കൂടുന്നു. ഓക്കെ, ഇനി നമ്മൾ അർദ്ധചാലകങ്ങളെ അവരുടെ കണത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച്, അതിലുള്ള ഓരോ കണത്തിന്റെ സ്വഭാവം അനുസരിച്ച് 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇൻട്രിൻസിക് അർദ്ധചാലകങ്ങളും എക്സ്ട്രിൻസിക് അർദ്ധചാലകങ്ങളും. നമുക്കത് നോക്കാം. ഓക്കെ, ഇൻട്രിൻസിക് അർദ്ധചാലകം എന്ന് വെച്ചാൽ
നല്ല ശുദ്ധമായിട്ടുള്ള അർദ്ധചാലകം. നമ്മൾ അതിനകത്ത് ഒരു വസ്തുക്കളും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ് എക്സ്ട്രിൻസിക് അർദ്ധചാലകങ്ങൾ. അപ്പോൾ ഇൻട്രിൻസിക് അർദ്ധചാലകം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്ന അർദ്ധചാലകമാണ് ഇൻട്രിൻസിക് അർദ്ധചാലകം. ഇവരിലെ ഇലക്ട്രോണിൻ്റെയും ഹോളുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ എന്താണെന്ന് അറിയാം, ഹോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്കതിൻ്റെ ഒരു പിക്ചർ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു ജെർമേനിയം അല്ലെങ്കിൽ ഒരു സിലിക്കൺ, ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സെമി കണ്ടക്ടറാണ്. അത് എന്തിലാ? എലമെൻ്റ് രൂപത്തിലുള്ള സെമി കണ്ടക്ടേഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചു. മൂലക രൂപത്തിലുള്ള 2 സെമി കണ്ടക്ടേഴ്സ് പഠിച്ചു. അപ്പം നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ ജെർമേനിയത്തിൻ്റെയും സിലിക്കണും എല്ലാവരും 14th ഗ്രൂപ്പിൽ വരുന്നവരാണ്. അപ്പം നമുക്കറിയാം ഈ ഷെല്ല് കോൺഫിഗറേഷൻ വെച്ച് നോക്കുമ്പോൾ 14 2 8 4 അങ്ങനല്ലേ. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ ബാലൻസ് നമ്മൾ ഫില്ല് ചെയ്യുന്നു 4. അതായത് ഏറ്റവും ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. നമുക്കറിയാം ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ ആണ് അതിലെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു +4 എന്ന് പറയുന്നത് സിലിക്കൺ, ഒന്നെങ്കിൽ അത് സിലിക്കൺ ആകാം അല്ലെങ്കിൽ ജെർമേനിയം ആകാം. അപ്പം നോക്കിയേ, ഇപ്പോൾ ഒരു സിലിക്കൺ ഉണ്ട്. അപ്പോൾ ഈ സിലിക്കണിന് 4 പുറമേ 4 ബാഹ്യതമ ഇലക്ട്രോണുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബാഹ്യതമ ഇലക്ട്രോണുള്ള ഒരു സിലിക്കൺ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ സിലിക്കൺ വേറൊരു സിലിക്കണുമായിട്ട് യോജിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനും എന്തുണ്ട്? ബാഹ്യതമമായിട്ട് 4 എണ്ണം ഉണ്ട്. പിന്നെ താഴോട്ട് നമ്മൾ 4 എണ്ണത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇവിടെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു സിലിക്കൺ ഇവരുമായിട്ടൊരു ബോണ്ട് ഫോം ചെയ്യും. പിന്നെ മുകളിൽ ഒരെണ്ണം കൊടുക്കുകയാണേ. ഈ ഒരു സിലിക്കൺ ഇതുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇവരുമായിട്ട് 2 ഇലക്ട്രോൺ ചേർന്നൊരു ബോണ്ട്. അപ്പം ഈ തൊട്ട് താഴെയുള്ള ഇവരുമായിട്ടും ഇവരുമായിട്ടും ചേർന്നൊരു ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ തന്നെ നോക്കിയേ, ഇവിടെ ഇത്രയും ഇവർക്ക് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ സെൻറ്ററിലിരിക്കുന്ന ആൾക്ക് 8 ഇലക്ട്രോൺസ് കിട്ടി. അവരുടെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയതാ. നോക്കിയേ, ഒരു ഇലക്ട്രോൺ, ഒരു സിലിക്കണിന് 4 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ അവരൊരിക്കലും എന്ത് ചെയ്യാറില്ല, ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിച്ചോ അയോണിക ബന്ധത്തിൽ ഏർപ്പെടാറില്ല. മറിച്ച് ഇവിടെ അവർ കോവാലന്റ് ബോണ്ട് അഥവാ സഹസംയോജന ബന്ധത്തിലായിരിക്കും ഏർപ്പെടുന്നത്. അപ്പം നമ്മളിവിടെ നോക്കിയേ, ഒരാൾ അടുത്തുള്ള ഒരാളുമായിട്ട് അടുത്തുള്ള മറ്റ് സിലിക്കൺ ആറ്റവുമായിട്ട് സഹസംയോജക ബന്ധനത്തിലായിരിക്കും ഏർപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജെർമേനിയവും സിലിക്കണും അവരുടെ വാലൻസ് ഇലക്ട്രോൺ 4 എണ്ണം. ഓരോ ജെർമേനിയവും എന്ത് ചെയ്യുന്നുണ്ട്, ആ 4 ഇലക്ട്രോൺസ് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സഹസംയോജന ബന്ധങ്ങൾ രൂപപ്പെട്ടത്. അപ്പോൾ ഇതൊരു താഴ്ന്ന ടെമ്പറേച്ചറിലുള്ള ജെർമേനിയത്തിൻ്റെ സിലിക്കണിൻ്റെ രൂപമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിയേ, ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരുപാട് ഹീറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ താപീയ ഊർജം കൊടുക്കുമ്പം ഈ സഹസംയോജക ബന്ധങ്ങൾ അങ്ങ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ സഹസംയോജക ബന്ധമാണ് ബ്രേക്ക് ചെയ്തതെന്ന് വിചാരിക്കുക, തടസ്സപ്പെട്ടത്. അപ്പോൾ ഇവിടുത്തെ ആ ഇലക്ട്രോൺ ഇവിടെ നിന്നും പുറത്തേക്ക് പോകും. ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ഇലക്ട്രോൺ അവരുടെ സ്ഥാനത്തിൽ നിന്നും പുറത്തേക്ക് അങ്ങ് പോകുന്നു. അപ്പോൾ എന്ത് പറ്റും, ഇവിടെ ഇലക്ട്രോൺ പോയെടുത്ത് ഒരു ഒഴിവ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഇലക്ട്രോൺ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോളുകൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഹോളുകൾ എങ്ങനെ രൂപം കൊണ്ടുവന്ന് മനസ്സിലായോ? താപീയ ഊർജ്ജം ലഭിക്കുമ്പോൾ സഹസംയോജന ബന്ധങ്ങൾ ബ്രേക്ക് ആവുന്നു. അതുവഴി അവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് പോകുന്നു. അല്ലെ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് തന്നെ പുറത്തോട്ട് പോവുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ വേറൊരു പൊസിഷനിലോട്ട് അത് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ശൂന്യമായ സ്ഥലം ഉണ്ടാകും. ഇലക്ട്രോൺ ഇരുന്ന് ഈ ശൂന്യമായ സ്ഥലത്തെയാണ് നമ്മൾ ഹോളുകൾ എന്ന് പറയുന്നത്. നമ്മൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഇപ്പം നമ്മളിവിടെ നോക്കിയേ, ഒരു ഇലക്ട്രോൺ പോയപ്പോൾ ഒരു ഹോളല്ലേ രൂപീകരിച്ചത്. അതുകൊണ്ടാണ് ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും എണ്ണം തുല്യമായിരിക്കും എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് ആണെങ്കിൽ ഇൻട്രിൻസിക് അർദ്ധചാലകമാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണവും ഹോളിൻ്റെ എണ്ണവും തുല്യമായിരിക്കും. അതാണ് ഈ ഫിഗറിലൂടെ കാണിക്കുന്നത്. ഈ ഒരു സ്ഥാനത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി, അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടായി. ഒരു ഹോളും ഒരു ഇലക്ട്രോണുമാണ് ഇവിടെ ഫോം ചെയ്യുന്നത്.
ഓക്കെ, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ടായപ്പോൾ ഒരു ഹോളും കൂടെ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും തുല്യമായി. അതുകൊണ്ട് ഇവരെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. ഒരു ഇൻട്രിൻസിക് അർദ്ധചാലകങ്ങളിൽ എത്ര ഇലക്ട്രോൺസ് സ്വതന്ത്രമാകുന്നോ അതിന് തുല്യമായ ഹോളുകളാണ് രൂപപ്പെടുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോൺ അല്ലേ സ്വതന്ത്രമായത്, ആ ഒരു ഇലക്ട്രോൺ സ്വതന്ത്രമായപ്പോൾ തന്നെ ഒരു ഹോളും ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അപ്പം Ne ഈക്വൽ NH ഈക്വൽ Ni എന്നൊരു ഇക്വേഷൻ ഉണ്ട്. Ni നോക്കുക, ഇൻട്രിൻസിക് വാഹക ഗാഢത, അതായത് ഇൻട്രിൻസിക്കിലെ, ഇതിപ്പോൾ ഇൻട്രിൻസിക് സെമി അർദ്ധചാലകങ്ങളല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇൻട്രിൻസിലെ വാഹകർ എന്ന് പറയുമ്പം ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും ഗാഢത എന്ന് പറയുന്നത്, ഇൻട്രിൻസിക് വാഹക ഗാഢത എന്ന് പറയുന്നത് Neക്കും NHനും ഇക്വലൻ്റ് ആണ്. Ne നോക്കിയേ, കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺ ഗാഢതയ്ക്കും വാലൻസ് ബാൻഡിലെ ഹോൾ ഗാഢതയ്ക്കും തുല്യമാണ്. അത് നമുക്ക് ഒരു ഫിഗർ വെച്ചിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് മനസ്സിലാക്കാം. അതായത് ഇതിപ്പം 0 കെൽവിനിലാണ്, വളരെ ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ ദാ ഇവിടെ നോക്കിയേ, വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ഇരിക്കുന്നു, കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഇല്ല. ഇങ്ങനൊരു ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞത് ഈ ഒരു ബാൻഡിൻ്റെ രീതിയിലൂടെ പറയുകയാണെന്നേ ഉള്ളൂ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നല്ല ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, എല്ലാ ഇലക്ട്രോൺസും പോയില്ല, വാലൻസ് ബാൻഡിൽ നിന്നും 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വേക്കൻസി ഉണ്ടായി, 4 വേക്കൻസി അല്ലേ ഉണ്ടായി. അപ്പോൾ ഇവിടെ 4 ഹോൾസ് എവിടാണ് രൂപം കൊണ്ടത്, 4 ഹോൾസും രൂപം കൊണ്ടത് വാലൻസ് ബാൻഡിലും 4 ഇലക്ട്രോൺസ് രൂപം കൊണ്ടത് എവിടെ ആയിരിക്കും, കണ്ടക്ഷൻ ബാൻഡിലായിരിക്കും. ഓക്കെ, അപ്പം 4 ഹോൾസും രൂപപ്പെടുന്നു, 4 കണ്ടക്ഷൻ ഇലക്ട്രോൺസും രൂപപ്പെടുന്നു, അല്ലെങ്കിൽ 4 സ്വതന്ത്ര ഇലക്ട്രോൺസും രൂപപ്പെടുന്നു. അപ്പം നോക്കിയേ, വാലൻസ് ബാൻഡിൽ ഉണ്ടാവുന്ന ഹോളുകളുടെ എണ്ണവും കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിച്ചേരുന്ന സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ എണ്ണം, സ്വതന്ത്രം എന്ന് പറയണം കേട്ടോ, കാരണം അല്ലാതെ അവിടെ കുറേ ഇലക്ട്രോൺ സഹസംയോജക ബോണ്ട് വഴിയുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ സ്വതന്ത്രമാകുന്ന ഇലക്ട്രോണിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Ne എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോണുകൾ, അതായത് വാലൻസ് ബാൻഡിൽ നിന്നും വന്ന വാലൻസ് ബാൻഡിൽ നിന്നും ബ്രേക്ക് ചെയ്ത്, അതായത് ഇങ്ങനെ വന്നതാ ഈ ഒരു വാലൻസ് ബാൻഡിൽ നിന്നും വന്ന ഇലക്ട്രോണുകൾ, ഇവിടെ നിന്നും വന്ന ഇലക്ട്രോണുകളാണ് നമ്മൾ Ne എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. NH എന്ന് പറയുന്നു വാലൻസ് ബാൻഡിൽ എത്രമാത്രം ഹോളുകൾ ഉണ്ടായി. അപ്പോൾ ഇവർ രണ്ടും തുല്യമായിരിക്കും. വാലൻസ് ബാൻഡിലെ ഹോളുകളുടെ എണ്ണവും കണ്ടക്ഷൻ ബാൻഡിൽ സ്വതന്ത്രമാകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും Ni എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിലെ വാഹകരുടെ ഗാഢതയ്ക്ക് തുല്യമായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ പറയാവേ. ഇവിടെ നോക്കിയേ, നമ്മൾ ഇവിടെ നിന്നും ചൂട് കൊടുക്കുമ്പം അല്ലെങ്കിൽ താപീയ ഊർജ്ജം ലഭിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ ഈ സ്ഥാനത്ത് നിന്നും പോയി പുറത്തോട്ട് പോകില്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കണ്ടോ സ്ഥാനം 2, ഇവിടുത്തെ ബോണ്ട് വീണ്ടും അങ്ങനെ, അതായത് ഏതെങ്കിലും ഒരു ബോണ്ട് വീണ്ടും ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺ വന്നിട്ട് ഇത് ഈ ഒരു ഹോളിലോട്ട് വന്നിരിക്കും. അപ്പോൾ വീണ്ടും ഇവിടെ എന്തുണ്ടാവും, ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ ഓരോ ഇലക്ട്രോൺ ഇരിക്കുന്നിടവും മാറിക്കൊണ്ടേയിരിക്കും. ഇലക്ട്രോൺ അവിടെ നിന്നും പോവും, ഒരു ഹോളാവും, ആ ഹോൾ നിറയാൻ അടുത്ത ഇലക്ട്രോൺ അങ്ങോട്ട് വരും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നോക്കിയാലും നമ്മൾ അവിടെ സ്വതന്ത്രമാക്കുന്ന ഇലക്ട്രോൺ എത്ര ഉണ്ടോ അതിന് തുല്യമായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഹോളുകളുടെയും എണ്ണം. അതിനാണ് ഇവിടെ സ്ഥാനം 2 കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കറണ്ട് നോക്കിയേ, ഇവിടെ ഉണ്ടാകുന്ന ആകെ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ സ്വതന്ത്രമാക്കുന്ന ഇലക്ട്രോൺ വഴി ഉണ്ടാവുന്ന കറണ്ടും സ്വതന്ത്രമാക്കിയ ഇലക്ട്രോൺ വഴി ഉണ്ടാവുന്ന ഹോളുകളുടെ കറണ്ടിനും തുല്യമാണ്. ആകെ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ കറണ്ടിനും ഹോൾ കറണ്ടിൻ്റെയും തുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് സെക്ഷൻ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം കേട്ടോ. ഇത് NCERTയിലുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് പ്രീവിയസും കൂടെ ചേർത്തിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ എ സെമി കണ്ടക്ടർ ആക്ട് ആസ് എ ഓർ ആൻ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറാണ് എപ്പോഴും ആലോചിക്കുക. അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് 0 കെൽവിൻ ആണ്. അപ്പോൾ 0 കെൽവിനിൽ ഒരു സെമി കണ്ടക്ടർ അർദ്ധചാലകം എന്തുപോലെ ആക്ട് ചെയ്യും നമ്മൾ പഠിച്ചു. വളരെ താഴ്ന്ന ടെമ്പറേച്ചർ 0 കെൽവിൻ അല്ലെ അതിനുപോലെ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഒരു അർദ്ധചാലകം ഒരു സെമി കണ്ടക്ടർ എന്തായിട്ടാണ് ഒരു സെമി കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും എന്നാണ് പഠിച്ചത്. ഒരു ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും.
ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണും വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവില്ല. പക്ഷേ സാധാരണ താപനില എത്തുമ്പോൾ അവരെന്താകും? അവരുടെ കണ്ടക്ടിവിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 കെൽവിൻ ആണ്. 0 കെൽവിന് സെമി കണ്ടക്ടർ ഇൻസുലേറ്ററിനെ പോലാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ടെർമിനോളജി റിലേറ്റഡ് ടു സെമി കണ്ടക്ടർ, വാട്ട് ഈസ് എ ഹോൾ? എന്താണ് ഒരു ഹോള്? A space which is negatively charged, space which has previously occupied by an electron, a hole in space-time distribution of the universe, dense area in space which even absorbs light, that is black hole. അപ്പം നമ്മൾ പഠിച്ചു ഒരു ഹോൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഒക്കുപ്പൈഡ് ആയിരുന്ന, നേരത്തെ ഇലക്ട്രോൺ ഇരുന്ന ഒരു സ്ഥലമാണ് ഹോൾ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ആ സ്ഥലത്ത് നിന്നും പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ വേക്കൻറ്റ് സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡ് ഓഫ് എ സോളിഡ് ഓവർലാപ്പ് അറ്റ് ലോ ടെമ്പറേച്ചർ. ദ സോളിഡ് മേ ബി, അതായത് താഴ്ന്ന താപനിലയെ നോക്കുമ്പോൾ തന്നെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കൂടിക്കലർന്നിരിക്കുന്നു. താഴ്ന്ന ടെമ്പറേച്ചറിൽ തന്നെ കൂടിക്കലർന്നിരിക്കുന്നു. അത് എപ്പോഴും അങ്ങനെ കൂടിക്കലർന്നിരിക്കുന്ന ആരാണ്? ഒരു മെറ്റലാണ്, ഒരു ലോഹമാണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കൂടിക്കലർന്നിരിക്കുന്ന വസ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെടാത്ത property? At a very low temperature, it behaves like an insulator. At a higher temperature, two types of charge carrier will cause conductivity. The charge carriers are electrons and holes in the valence band at a higher temperature. Semiconductor is electrically neutral. അപ്പോൾ നോക്കിയേ, ലോ ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചു, വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ സെമി കണ്ടക്ടർ ഇൻസുലേറ്റർ പോലാണ് ബിഹേവ് ചെയ്യുന്നത്. ഹയർ ടെമ്പറേച്ചർ, വലിയ ടെമ്പറേച്ചർ ആകുമ്പോൾ അവിടെ രണ്ട് ചാർജ് കാരിയേഴ്സ് വരും. വലിയ ടെമ്പറേച്ചർ ആകുമ്പോൾ രണ്ടുപേരല്ലേ ഉണ്ടാവുന്നത്, ഒന്ന് ഇലക്ട്രോണും ഉണ്ടാവുന്നുണ്ട്, ഹോളും ഉണ്ട്. അപ്പം രണ്ടും കൂടാണ് കണ്ടക്ടിവിറ്റിക്ക് കാരണമാകുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഐ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ കറണ്ടും ഹോളിൻ്റെ കറണ്ടും ആണ് അവിടെ ചാലകതയ്ക്ക് കാരണം. ഇനി ചാർജ് കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇൻ വാലൻസ് ബാൻഡ്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? ഇലക്ട്രോൺസും ഹോൾസും വാലൻസ് ബാൻഡിലാണോ ഉള്ളത്? ഇലക്ട്രോൺസ് ആണ് വാലൻസ് ബാൻഡിൽ, ഹോൾസ് എവിടെയാണ്? കണ്ടക്ഷൻ ബാൻഡിൽ നിന്നല്ലേ. അപ്പോൾ ഈ ഒരെണ്ണം റോങ് ആണ്. ഓക്കെ, അടുത്തത്, എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഓഫ് എ സെമി കണ്ടക്ടർ ഈസ്. ഒരു സെമി കണ്ടക്ടറിൻ്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ്, നമ്മൾ എനർജി ഗ്യാപ്പ് നമ്മൾ പഠിച്ചു 3 ഇലക്ട്രോൺ വോൾട്ടിൽ കുറവാണ് എന്നാണ് പഠിച്ചത്. അപ്പോൾ നമ്മളിവിടെ 3 ഇലക്ട്രോൺ വോൾട്ടിൽ കുറവായിട്ടുള്ള 2 വാല്യൂസ് ആണ് കൊടുത്തത്. ഒന്ന് 0 ഉണ്ട്, 1 ഉണ്ട്. നമുക്കറിയാം 0 എന്ന് പറയാം, അതെന്ന് വെച്ചാൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഗ്യാപ്പ് ഇല്ല. അത് നമ്മൾ ഓൾറെഡി ആരിലാണെന്നാണ് പഠിച്ചത്? ചാലകങ്ങളിലാണെന്നല്ലേ പഠിച്ചത്. അപ്പോൾ അവരല്ല. അപ്പോൾ ആൻസർ 1 ഇലക്ട്രോൺ ആണ്. 2 വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കണം. സിലിക്കണിൻ്റെ കേസിലുള്ള വാല്യൂ 1.17ഉം ജെർമേനിയത്തിൻ്റെ കേസിലെ വാല്യൂ 0.74ഉം. അത് ആലോചിച്ചിരിക്കണേ. കണ്ടക്ടറും ഇൻസുലേറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. While there are a large number of electrons in a conductor, there are a few electrons in insulator. The conduction band is overlapping with the valence band for insulator. ഇത് തെറ്റല്ലേ? ഇൻസുലേറ്ററിലും കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് ഓവർലാപ്പിംഗ് അല്ല. അവിടെ 3 ഇലക്ട്രോൺ വോൾട്ടിൽ കൂടുതൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ബാൻഡ്സ് ആർ ഓവർലാപ്പിംഗ് ഫോർ എ കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ കേസിൽ ബാൻഡ്സ് ഓവർലാപ്പിംഗ് ആണ്. ദ ബാൻഡ്സ് ആർ സെപ്പറേറ്റഡ് ഇൻ എ കണ്ടക്ടർ ആസ് വെൽ ആസ് ഇൻസുലേറ്റർ. അല്ല, കണ്ടക്ടറിൻ്റെ കേസിൽ ബാൻഡ്സ് രണ്ടും എന്താണ്? ഓവർലാപ്പിംഗ് ആണ്. രണ്ടും ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കണ്ടക്ടിവിറ്റി എങ്ങനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു, ടെമ്പറേച്ചർ കൂടുമ്പം എന്ത് ചെയ്യുന്നു? കണ്ടക്ടിവിറ്റി കൂടും. അതായത് ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുമ്പോൾ ഇൻസുലേറ്റർ പോലെ, ടെമ്പറേച്ചർ കൂടുമ്പം ഇലക്ട്രോൺ വാലൻസിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു, കണ്ടക്ടിവിറ്റി കൂടുന്നു. എന്ത് കുറയും അപ്പോൾ? അവരുടെ കണ്ടക്ടിവിറ്റി കൂടുന്നു, ചാലകത കൂടുന്നു, റെസിസ്റ്റിവിറ്റി കുറയുന്നു, പ്രതിരോധകത കുറയുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ കൂടുമ്പോൾ, താപനില കൂടുമ്പം കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നതായിട്ട് കാണാം? കൂടുന്നതായിട്ട് കാണാം.
നെക്സ്റ്റ്, അറ്റ് വിച്ച് ടെമ്പറേച്ചർ എ പ്യുവർ സെമി കണ്ടക്ടർ ബിഹേവ്സ് ലൈക്ലി ആസ് എ കണ്ടക്ടർ? ഒരു സെമി കണ്ടക്ടർ എപ്പോഴാണ് കണ്ടക്ടറിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്, ചാലകത്തെ പോലെ ബിഹേവ് ചെയ്യുന്നത്? ലോ ടെമ്പറേച്ചറിൽ നമ്മൾ പഠിച്ചു അർദ്ധചാലകങ്ങൾ ഇൻസുലേറ്ററിനെ പോലാണ് പ്രവർത്തിക്കുന്നത്. ഇനി നോക്കിയേ, റൂം ടെമ്പറേച്ചർ, നമ്മുടെ സാധാരണ ടെമ്പറേച്ചറിലും ഉയർന്ന ടെമ്പറേച്ചറും രണ്ട് ആൻസറും വരത്തില്ലേ? സാധാ ടെമ്പറേച്ചറും ഉയർന്ന ടെമ്പറേച്ചറിലും എന്താണ്? അവർ ഒരു കണ്ടക്ടറിനെ പോലെ ബിഹേവ് ചെയ്യും. ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാവേ. ഒരു സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് താപം കൂടുന്നത് അനുസരിച്ച് നമ്മൾ പഠിച്ചു. സെമി കണ്ടക്ടർ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് താപം കൂടുന്നതനുസരിച്ച്, താപം കൂടുമ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ടാണ് അവരുടെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ചാലകത കൂടുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് താപം കൂടുന്നതനുസരിച്ച് കുറയുന്നു. ഇതാണ് ആൻസർ കേട്ടോ. എ സെമി കണ്ടക്ടർ ഹാസ് ഡാഷ് വാലൻസ് ഇലക്ട്രോൺ. ഒരു സെമി കണ്ടക്ടറിന് എത്ര വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ബാഹ്യതമ ഇലക്ട്രോണുകൾ ഉണ്ട്? 4. ജർമേനിയവും സിലിക്കണും എല്ലാം 4 ഇലക്ട്രോൺസ് അല്ലേ പുറമേ? ഡാഷ് ഈസ് in a dash the energy gap between conduction band and valence band of a substance is of the order 0.7. 0.7 ഇലക്ട്രോൺ വോൾട്ട്. നമ്മൾ പഠിച്ചു 0.74 ആണ് ജർമേനിയം. ജർമേനിയം എന്താണ്? ഒരു സെമി കണ്ടക്ടർ ആണ്. 0 അല്ലാതെ ഏത് വാല്യൂസും, 0യ്ക്കും 3 ഇലക്ട്രോൺ വോൾട്ടിനും ഇടയിലുള്ള വാല്യൂ എല്ലാം സെമി കണ്ടക്ടറിൻ്റെ ആയിരിക്കും. ഓക്കെ, അടുത്തത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് 6 ഇലക്ട്രോൺ വോൾട്ടിൽ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആ വസ്തു എന്തായിരിക്കും? 3 ഇലക്ട്രോൺ വോൾട്ടിൽ എത്ര കൂടുതലായാലും അത് എന്താണ്? ഇൻസുലേറ്റർ ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പഠിച്ചു, നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ തരംതിരിവുകൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.